യുവയിൽ മഴ ലഭ്യതയിൽ ഈ വർഷം ഗണ്യമായ കുറവെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. മഴ ലഭ്യത വർദ്ധിപ്പിക്കാൻ ക്ലൗഡ് സീഡിംഗ് നടത്തുന്നുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ശൈത്യകാലത്ത് യുവയിൽ മഴ ലഭ്യത കുറഞ്ഞെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 ഡിസംബർ മുതൽ 2025 മാർച്ച് വരെ നീണ്ടുനിന്ന ശൈത്യകാലത്ത് 4.3 മില്ലിമീറ്റർ മഴ മാത്രമാണ് യുവയിൽ ആകെ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ 48.7 മില്ലിമീറ്റർ മഴയാണ് യുവയിൽ ലഭിച്ചത് എന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കുകളിൽ പറയുന്നുണ്ട്. മഴ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് ക്ലൗഡ് സീഡിംഗ് നടത്തി വരികയാണ് യുഎഇ. ഈ വർഷം ഇതുവരെ 172 തവണയാണ് ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. ക്ലൗഡ് സീഡിങ്ങിലൂടെ 10 മുതൽ 25% വരെ മഴ ലഭ്യതയിൽ വർധന വരുത്താൻ കഴിയുമെന്നാണ് പഠനങ്ങൾ. അബുദാബിയിൽ ഇൻഡിഗോ എയർലൈൻസിന് സിറ്റി ചെക്ക് ഇൻ കേന്ദ്രങ്ങൾ നാളെ പ്രവർത്തനം തുടങ്ങും. അലൈനിൽ സെപ്റ്റംബർ 1 സിറ്റി ചെക്ക് ഇൻ പ്രവർത്തനം തുടങ്ങും. അബുദാബിയിൽ മിനാ ക്രൂസ് ടെർമിനൽ, മുസഫയിലെ ഷാബിയ 11, യാസ്ബാളിലെ ഫെറാരി വേൾഡ് എൻട്രൻസ്, അലൈനിലെ കുവൈറ്റാറ്റ് ലുലുമാൾ എന്നിവിടങ്ങളിലാണ് സിറ്റി ചെക്ക് ഇൻ കേന്ദ്രങ്ങൾ. മിനാ ക്രൂസ് ടെർമിനലിൽ ചെക്ക് ഇൻ കേന്ദ്രം 24 മണിക്കൂറും പ്രവർത്തിക്കും. മറ്റ് കേന്ദ്രങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 10 മണി വരെയാണ് ഈ സൗകര്യമുള്ളത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് മുതൽ 4 മണിക്കൂർ വരെ ചെക്ക് ഇൻ ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. GCC രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് ഓൺ അറൈവൽ വിസ അനുവദിച്ച് കുവൈത്ത്. ഉത്തരവ് ഇന്ന് പ്രാബല്യത്തിൽ വന്ന് UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ താമസക്കാർക്കാണ് കുവൈത്തിൽ ഓൺ അറൈവൽ വിസയിലെത്താൻ കഴിയുക. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു. GCC രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കുവൈത്തിൻ്റെ തീരുമാനം. 6 മാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള താമസരേഖയുള്ളവർക്കാണ് പ്രവേശനം ലഭിക്കുക. രാജ്യത്തെ വിമാനത്താവളത്തിലും അതിർത്തി കവാടങ്ങളിലും ഓൺ അറൈവൽ വിസ ലഭിക്കും. NTV UAE to the world.